നമ്മളെ ഇന്നത്തെ വൈകുന്നേരത്തെ ചായക്കടിയാണേ. ഇതിൻ്റെ രസം നിങ്ങൾ ആക്കിയാലേ പറയാൻ കഴിയില്ലേ. കുറച്ച് സാധനമുണ്ട് നമ്മുടെ വീട്ടിലുള്ള ഞാനപ്പാലും. ആദ്യം കുറച്ച് നെയ്യ് എടുത്തിട്ട് പിന്നെ ചൂടാകുമ്പോഴത്തേക്ക് അവില് വറുത്ത് വെച്ച് അത് പിന്നെ കുറച്ച് തേങ്ങ ചിരകി ഈ അവില് ഇട്ട് വെള്ളം കുടിച്ച് വെച്ച് ഉണ്ടെങ്കിൽ 2 നേന്ത്രപ്പഴവും മുറിച്ചിട്ടിട്ട് നേന്ത്രപ്പഴം അധികം അങ്ങോട്ട് ഉടക്കണ്ടേ. എന്നിട്ട് അത് കുറച്ച് വേകുമ്പോഴത്തേക്കിൽ നിലക്കടലൊക്കെ ഇട്ട് വേണേൽ കുറച്ചുകൂടി നെയ്യ് ഒഴിച്ച് ഇതമ്മോ രസം പറയണ്ട. ഇടയ്ക്ക് ഇങ്ങനെയെല്ലാം ആക്കിക്കോ കേട്ടോ. ഈ മിച്ചറും ബേക്കറിയും എല്ലാം തിന്ന് മടുക്കൂലേ. ഇന്ന് തന്നെ ആക്കി നോക്കണേ. എല്ലപ്പ അന്ന് ഒച്ച വെക്കുന്നു നോക്കട്ടെ. എൻ്റെ അപ്പ എല്ലപ്പ ഇതെന്തിന്നാ എൻ്റെ ചെടിയല്ലേ ഇന്ന് തിന്ന തന്നെ. ഇതാരതാണിത് ഇങ്ങനെ ഇളക്കിനോളി. ഈ ആട്ടിനെല്ലാം ഇങ്ങനെ നാഥനില്ലാണ്ട് ഇങ്ങനെ കഴിച്ചിളക്കലാ തേച്ചിനും എടുത്തു. ഇതാണ് ഈടെ ഇതാ ഇങ്ങെത്തി. നമ്മൾ വരുമ്പോ റോഡിന് കണ്ടിനേനു. ഇതാരതാമോ എന്തെങ്കിലും നട്ടതെല്ലാം ഉണ്ടെങ്കിൽ ഇത് ബാക്കി വെക്കും ഈശ്വര. എന്തെന്നാണിത് എല്ലപ്പ ഇവർക്കൊന്നും എണ്ണുണ്ടാവൂലേ. ഇതിനെ ആരെങ്കിലും പിടിച്ചു കൊണ്ടുപോകൂലേ. അതന്നെയല്ലേ പറയുന്നേ. എന്തെന്നാണിത്. നിങ്ങൾക്കറിയാം ഇതാരതാണെന്ന്? ഇല്ല, അവരെ തന്നെ ആന്തോന്നു സുമേച്ചി. നമ്മൾ ഇവിടുന്ന് പറയലുണ്ട്. എപ്പം നോക്കുമ്പോൾ ഇതിങ്ങനെയാന്ന് കാണുവേ. 5-10 ഒപ്പരം വന്നിട്ടല്ലോ. എന്തെന്നാന്ന് ഞാനും കേട്ടിനി. പിന്നെ ഈ എന്നാ പറയണ്ട അലക്കുന്നെടുക്കുന്ന പായാൻ കഴിയില്ലെന്ന് വെച്ചിട്ടാന്ന്. കഴിഞ്ഞ അത്രയേ ഉള്ളൂ അപ്പ. ഒരു ദിവസം അലക്കാണ്ടിരിക്കുമ്പോഴത്തേക്കിന് ഇങ്ങനെ തുണി പാടാവൂലേ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും മടിയും കൊണ്ട് എങ്ങനെയെങ്കിലും അങ്ങ് അലക്കി തീർക്കും. അല്ല സുമേച്ചി, നിങ്ങളുടെ പറച്ചലെന്നെ തീർന്നില്ലേ? ഇതാരോടാന്ന് എന്തെന്നാണ് ആട്ടിൻ്റെ പയ്യ പറഞ്ഞത് പറഞ്ഞ് ചിരിക്കലാന്ന്. പിന്നെ അതിനെ കാണട്ടെ ഇങ്ങോട്ട്. എന്തെല്ലാം ആണേ. പിന്നെ അമ്മ പോയാ? അമ്മ കഴിഞ്ഞ ആഴ്ച പോയിട്ടില്ലേ സുമേച്ചി? ഓർ വന്നാലെന്നാന്നപ്പ അവർ 2-3 ദിവസം നിൽക്കുമ്പോഴത്തേക്ക് എന്നെ പോണ്ട തിരക്കായിരിക്കും. അങ്ങനത്തെ കളിയല്ലേ. ഓ സുമേച്ചി, ഇത് പോറ്റുന്ന മാതിരി ഉണ്ടല്ലോ. അവിടെ തന്നെ അധികം കാണുന്നുണ്ടല്ലോ അതിനെ. അധികം വരുവാണേ. ഇങ്ങനെ അവരെല്ലാം ഇട്ട് കൊടുക്കുമല്ലോ. നമ്മൾ മയിലിനെല്ലാം കൊടുത്തതിൻ്റെ ബാക്കിയെല്ലാം ഉണ്ടല്ലോ വന്നതാ പോലെ ഞാലിന്ന് പേര് പോലെ ഞാലെന്നാണേ. അധികം വരും. കൊര പോന്നേ ഇല്ലണേ. ബായെല്ലാം കുത്തിപ്പറിക്കുന്ന പണ്ടാരായിരുന്നു. അത് ഉണങ്ങിയതാന്ന്. എന്തെങ്കിലും പുശുവങ്ങാറ്റം ഉണ്ടാവും അതിനാന്നതാ പറിച്ചെടുക്കുന്ന. അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും തിന്നണ്ടേ ഉണ്ടാവും. ഇനി കാണാനും നല്ല വൃത്തിയില്ലേ. ഓലഞ്ഞാലിക്കുരുവി ഓലഞ്ഞാലിക്കുരുവി. പിന്നെ കുറേ വിധം ഉണ്ടണേ. ഏതെല്ലോ വരാനുണ്ട്. കാട് പോലെയല്ലേ ചെറുങ്ങനാ. നമ്മളെ മോദീൻ്റെ പിന്നെ പൈപ്പ് വെള്ളത്തിൻ്റെ പിന്നെ കീറാൻ വരുമല്ലോ. അവരെന്നോട് ചോദിക്കുന്നു 2 അണ്ണന്മാർ പിന്നെ ചേച്ചി ഇവിടെ ഫോറസ്റ്റാണോ? ഞാൻ പറഞ്ഞു ഫോറസ്റ്റ് ഒന്നല്ലപ്പ, കുറച്ച് ഒരു മരങ്ങളെല്ലാം ആയിട്ട് നല്ലാണ്ട് ഫോറസ്റ്റാണോ ചോദിക്കുന്നു. പിന്നെ അവർ വരുമ്പം പിന്നെ തൊഴിലുറപ്പുകാർ വൃത്തിയൊന്നും ആക്കിയിട്ടുണ്ടായിട്ടില്ലല്ലോ സുമേച്ചി. ഇല്ലണേ ഇവരെല്ലാം വന്ന് കുറച്ച് കഴിഞ്ഞേരല്ലേ. അതേപ്പം ഇപ്പം നല്ല അങ്ങോളം നല്ല വൃത്തിയായില്ലേ. പക്ഷെ എന്ത് നേനും ഈ അരുവിലല്ലേ. ഇതെന്നാ ഇട്ട് കൊടുത്തിനേ സുമേച്ചി? അത് അവിലെല്ലാം കൊടുക്കണേ. അതാ അവിടെ വന്ന് രാവിലെ ഇട്ടതാണ്. എന്താകുമ്പോൾ നേരം പെയ്നി 2 അടിയും. ആ വെള്ളം കൊടുത്തിനേലോണേ കുടിക്കണ്ടേ. അപ്പം നോക്കുമ്പോൾ കാക്ക വന്നിട്ട് ഈ വെള്ളത്തിൻ്റെ അകത്ത് ഇങ്ങനെ തന്നെ കൊത്തിയിട്ട് എന്തെല്ലോ ഇടും. പിന്നെ ഞാൻ ആ വെള്ളത്തിൻ്റെ പാത്രം എല്ലാം മാറ്റി വെച്ചു. പിന്നെ എന്തെങ്കിലും ഇങ്ങനെ ഇട്ട് അവിടെ നിലത്താടി ഇട്ട് കൊടുത്താൽ തിന്നോളുമല്ലോ.
എപ്പോഴും ഒന്നാന്നണേ ബിന്ദു. പിന്നെ നമ്മൾ തിന്നുന്നതിൻ്റെ അകത്തുനിന്ന് കുറച്ച് പിന്നെ അവർക്ക് കൊടുത്തിട്ടാണ്. അധികം വരും ഇട്ട് നോക്കിയാട്ടെ, അധികം വരും. കാണാൻ തന്നെ എന്ത് രസാന്നണേ. ബുൾബുളാന്ന് തോന്നുന്നു. ആ അതന്നെ, എല്ലാം നല്ല കാണാൻ എന്ത് രസമാണ്. കൂട് കൂട്ടിയിട്ടാണ് ഇതിനിടക്ക് ഇടാ മാവിൻ്റെ ഇടയ്ക്ക് തന്നെ. നോക്കുമ്പോൾ നമ്മൾ പോയിട്ട് നൂറ്റട്ടോട്ടെ പോയി നോക്കിയാൽ അതിന് സംശയമായി. മേലെ കയറിയിട്ട് അത് പിന്നെ വരുന്നില്ല. വല്ലാണ്ടായിനപ്പാ. അയ്യോ അതെയാ, നോക്കറ അങ്ങനെ സംശയമായ പിന്നെ നിൽക്കൂല. എന്നാ വരുന്നേ സുമേച്ചി, എനക്ക് ഇവിടെ ഒന്ന് ചക്കരക്കല്ലെല്ലാം പോണേനും കേട്ടാ. ഇല്ല പീടിയാരും ഇല്ല വിളി. പ്രശ്നേച്ചി ഓയ്, ഇടിയാരുല്ലേ? ഓയ് ഇതാരാൻ സുമയാ? ബാണ്, ഞാനിന്ന് വിചാരിക്കുന്ന ആരാന്ന്. ഏടിയൻ പോയിന് കാര്യമായിട്ട് എടിയില്ല പ്രശ്നേച്ചി. പിന്നെ എന്നാ പറയണ്ടേ, ഒരു ചെറിയൊരു ഷോപ്പിങ്. ഓ പ്രാവിനെ പോറ്റുന്നുണ്ടാ? ഇത് പറഞ്ഞിട്ട് ഇത് ഏടുന്നോ വന്നതാന്ന് മുകളില്. പിന്നെ നോക്കുമ്പോൾ ഇത് ഇവിടുന്ന് പോന്നേ ഇല്ല സുമേ. പിന്നെ നമ്മൾ വിചാരിച്ച് മയ്യാട് ഇക്കട്ടേന്ന്. എന്നെ കണ്ടിട്ട് ഇതാ ഇങ്ങനെ ഒരു പന്തികേട് പോലെ. ആ കാണാതെ അവിടെ കാണുമ്പം പിന്നെ അങ്ങനെ താഴേക്ക് സ്റ്റെപ്പുമ്പോൾ നേരം പറഞ്ഞ് അങ്ങോട്ട് മേലെ ഒരു പെട്ടി ആക്കിയിട്ടുണ്ട്. അതിൻ്റെ മേലെ അതിൻ്റെ അകത്ത് അവിടെ പോയിട്ട് കിടക്കും. നല്ല കളറല്ലേ പ്രസന്നേച്ചി? ആ രണ്ട് വിധം, കറുപ്പുമല്ല വെളുപ്പുമല്ല എന്ന് വെച്ചാൽ എന്ത് രസാന്ന് കാണാൻ. ഇതൊന്നേ ഉള്ളൂ. ആ ഒന്നിനെ കാണുന്നുള്ളേ. ഏടുന്നാമോ ഇത് ഇവിടെ അകപ്പെട്ടിന്. പിന്നെ നമ്മളെ പ്രസവത്തിന് ഇതിനെല്ലാം വലിയ കാര്യമല്ലേ, അതുകൊണ്ട് പായിക്കാൻ വിട്ടിട്ടേ ഇല്ല. അതെ, എല്ലാ പ്രസന്നേച്ചി മോള് പോയാ? മോള് പോയിനപ്പാ. നമ്മൾ 2 ദിവസം നിന്നിട്ടേ ഉള്ളടി. എന്നിട്ട് 6 മണി ഒരു 6:15 കഴിഞ്ഞ് ആ അപ്പാടെ ഒന്നിന് പോയിന്. പിന്നെപ്പാന്ന് ഇനി പിന്നെ പിള്ളേർക്ക് സ്കൂളിലെല്ലാം പോകണ്ടല്ലേ. ഇനി തെയ്യത്തിന് വരാന്നാന്ന് പറഞ്ഞേ. വരുമോന്നറിയില്ലേ. അതെ, പിന്നെ അങ്ങനെ വരണ്ടേപ്പാ. കുറേ സമയമായി. എന്നാൽ പ്രശ്നേച്ചി ഞാനെന്നാ വരുന്നേ. പിന്നെ കാണാം. ആ ഒരു ദിവസം ഞാൻ അങ്ങോട്ട് വരട്ടെ സുമേ. എന്നാ ശരി. ഓ എടി എൻ്റെ അമ്മ പെറ്റോളെ, നീ ഇപ്പം ആ ഭക്ഷണം കഴിക്കുന്നത് ഇത് രാവിലെ ഇട്ടതാണല്ലോ. എടി കുറിഞ്ഞി, നീ എന്തെന്നാന്ന്? നമ്മളെ തക്കടു വന്നിട്ടുണ്ടാ? ഇത് എത്ര ദിവസമായി ഇതേടെ പോയിന്? എൻ്റെ അപ്പോ എത്ര ദിവസമായി വരാതെ? ചെണ്ട മുട്ടുന്ന കേട്ടിട്ടാന്ന് തോന്നുന്നു അങ്ങോട്ടേക്ക് ഇതാ പോന്ന. തിന്നാനൊന്നും കിട്ടിയില്ലേ? ആടെയെല്ലാം തിന്നാനുണ്ടാവല്ല. വാ ഇങ്ങോട്ട് വാ. നിന്റെ ചങ്ങായിനെ കൂട്ടിയിട്ടില്ലേ? 2 എണ്ണത്തിനെ കാണലുണ്ടല്ലോ ഒന്നോടത്തും. ഓ എന്തിൻ്റെല്ലോ ഒച്ച കേൾക്കുന്നുണ്ടെന്നോ, നാടെ പതുങ്ങിയിട്ടുണ്ട്. വാ ഇങ്ങോട്ട് വാ തക്കടോ. നിങ്ങളെ തക്കടുമല്ല നാത്. ഓ ഇന്നും വന്നിട്ടുണ്ടാ? അല്ലടേ ഇന്ന് ഒന്നിനെ കാണുന്നുള്ളൂ. മറ്റു 2 ഒപ്പരം വരുന്നതല്ല. വാ ഇങ്ങോട്ട് വാ, വരുന്നുണ്ട്. കാക്കയാണെങ്കിൽ പിന്നെ ഇടയ്ക്കൊരു കൊത്തുന്ന പോലെ താഴേക്ക് പാറി വന്നിട്ടതാ. അതുകൊണ്ടൊരു പരുങ്ങലാന്ന്. കാക്ക ഉപദ്രവിക്കുവായി അതിനാ.
അപ്പോൾ സുമേച്ചി ഇതൊന്നും നേരം പേര് നിങ്ങൾ വരാൻ എടി ഞാൻ ഈ പ്രസൻറ്റേജിൻ്റെ അടുക്ക കയറിയില്ലേനു അതാന്ന്. ആ കുറച്ച് സമയം അട വിഷയെല്ലാം പറഞ്ഞു അട പ്രാവ് വന്നിട്ടുണ്ടെങ്കിൽ നല്ല സ്റ്റൈലുള്ള കാണണ്ടയാന്ന്. എവിടുന്നോ വന്നതാന്ന് അവർ പിന്നെ പോറ്റല്ലേ. ഓ എൻ്റെ ഭഗവാന് രാവിലത്തെ ആൾക്കാരെല്ലാം തിരിച്ചു വന്നാണ്. കയ്യിലപ്പാ തച്ച് പായിക്കാൻ ഇതിനെ സകലയാളും പറയുന്നുണ്ട് സുമേച്ചി. പിന്നെ രാവിലെ ഒരു ട്രിപ്പ് പായിച്ച് ചെന്നാണ് എനക്ക് കയ്യിലപ്പ കൂട്ടത്തോടെയല്ലേ വരുന്നത്. ആ ചീരയെല്ലാം തിന്നിന്ന് പറയുന്ന കേട്ടിനി. ആരത്? ഇല്ല ആ ബിന്ദുവിൻ്റെ അടുത്തത് കണക്കന്നെ. എന്തെന്ന് അവരോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ ആ ഉമ്മാനോട്. ആ ഉമ്മാൻ്റെ അതെ അതന്നെയാന്ന് അവരെ തന്നെയാണിത്. ഓ അതെയാ എന്തെന്നാന്ന് എനിക്ക് കാണട്ടെ പറയണോ.